നമസ്കാരം, ഞാൻ ട്രാപ്റ്റർ മല്ലു. ഏവർക്കും എന്റെ വീക്ക്ലി അനാലിസിസ് ഓഫ് ബാങ്ക് നിഫ്റ്റി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസും പോസ്റ്റ് ബഡ്ജറ്റിന് ശേഷമുള്ള മാർക്കറ്റിലെ ട്രേഡിങ്ങും ഇനി വരാൻ പോകുന്ന ഈ ആഴ്ചയിൽ ആരൊക്കെ എവിടെ ട്രാപ്പ് ആയിട്ടുണ്ട്, എങ്ങനെ നമുക്ക് എൻട്രി എടുക്കണം, നമ്മുടെ പൊസിഷൻ സൈസിങ് എത്രയായിരിക്കണം, വരാൻ പോകുന്ന മെയിൻ ഇവന്റ്സ് ഏതൊക്കെയാണ്, അതിലൂടെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ചെയ്യാം, എങ്ങനെ നമ്മളൊരു ഓപ്ഷൻ ബയർ എങ്ങനെ ട്രേഡ് ചെയ്യണം, മൊമെന്റം എങ്ങനെ ക്യാച്ച് ചെയ്യണം, ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ആഴ്ച തന്നെ ഇതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാകുന്നതായിരിക്കും. ഒട്ടും സമയം കളയാതെ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ചയിലെ ട്രേഡിംഗ് പ്ലാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രകടനം ഒന്ന് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ബാങ്ക് നിഫ്റ്റി 22 മൺഡേ തൊട്ട് 26 ഫ്രൈഡേ വരെ ആയിരുന്നു. ഇപ്പൊ 23 തീയതി ബഡ്ജറ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരല്പം നെഗറ്റീവ് സെന്റിമെന്റ്സ്, മാർക്കറ്റ് വന്നതിന് ശേഷം, അതായത് ബഡ്ജറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സിലാണ് പോയത്. 22 തീയതിയിൽ മാർക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സ്ലൈറ്റ്ലി ഓപ്പൺ ആയതിനു ശേഷം തന്നെ കണ്ടിന്യൂ ഒരു റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്ത് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി താഴത്ത് തന്നെയാണ് വന്നത്. അതായത് നോക്കിയാൽ മനസ്സിലാക്കാം, ആഫ്റ്റർ ബഡ്ജറ്റ് മാർക്കറ്റ് താഴത്തെ ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുകയും പിന്നെ ലാസ്റ്റ് ഡേ ഒരു ക്ലിയർ ആയിട്ട് ഒരു റിക്കവറി മാർക്കറ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. റിക്കവറി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാം, ഇതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഒരു റിക്കവറി തരുന്നത് പോലെ തന്നെ മാർക്കറ്റ് ഷോ ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലെവൽസ് ഞാൻ ഫ്യൂച്ചർ ചാർട്ടിനനുസരിച്ചാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. ഫ്യൂച്ചർ ചാർട്ടിനനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്ത സ്ഥലങ്ങളാണിത്. ഈ ഒരു സോൺ നോക്കുകയാണെങ്കിൽ 52,470 ഒരു നല്ലൊരു റെസിസ്റ്റൻസും, പിന്നെ ഈ ഒരു ഏരിയ 52,200 52,200 വലിയൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു ഗ്യാപ്പ് തന്നൊരു സ്ഥലമാണ് ഇവിടെ 51,490. അതുപോലെ ഒരു പ്രധാന ട്രെൻഡ് നോക്കിയാൽ കഴിഞ്ഞ ആഴ്ചയിൽ നോക്കിയാൽ ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഡൗൺ ട്രെൻഡിൽ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ വരുന്ന വീഡിയോയിൽ ഇപ്പൊ തന്നെ പറയുന്നതായിരിക്കും. പ്രധാന ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഗ്യാപ്പ് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 51,470 പ്ലസ് ഈ ഒരു ഏരിയ 51,738 ഈ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ആഴ്ചയിൽ പ്ലാൻ ചെയ്യാൻ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് എടുക്കാനായിട്ട് ഈ ഒരു ഏരിയ ലാസ്റ്റ് ഡേയിലേക്ക് കണ്ടോ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 50,920 50,978 980 ഈ ഒരു റേഞ്ച് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ നല്ലൊരു ശ്രദ്ധിക്കുകയാണെങ്കിൽ വൺ ഡേ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം. വൺ ഡേ ടൈം ഫ്രെയിം ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചാൽ വോളിയത്തിന്റെ ഒരു അനാലിസിസ് കൂടി നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വൺ ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സ്ലോ ആൻഡ് സ്റ്റഡി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഇലക്ഷൻ ഡേയിൽ നല്ലൊരു ഫോൾ വന്നതിന് ശേഷം മാർക്കറ്റ് റിക്കവർ ആയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് മാർക്കറ്റ് റിക്കവർ ആയ ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ 10-15% മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആയി. പക്ഷെ മുകളിലോട്ട് മൂവ് ആകുന്നതോറും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കുക, വോളിയം നിങ്ങൾ ചെക്ക് ചെയ്യുക. മാർക്കറ്റിൽ വോളിയം തീർത്തും ഡൗൺ ആയിട്ടാണ് വരുന്നത്. സോ ഈ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്, ബട്ട് വോളിയം സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ മാർക്കറ്റിൽ ഇവിടെ ബയേഴ്സ് ഇവിടെ ഡോമിനന്റ് ആകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഡോമിനന്റ് ആകും സാധ്യതയെന്നല്ല, ഒരു ഡോമിനന്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സ്ലോ സ്റ്റഡി മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ആയതുപോലെയാണ് എനിക്കൊരു ഫീൽ ചെയ്യുന്നത്. ഇതാണ് വോളിയം പറയുന്നത്. ഇപ്പൊ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ആഴ്ചയിൽ എങ്ങനെ ട്രേഡിംഗ് പ്ലാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോൺസ് 15 മിനിറ്റിൽ ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ കണ്ടിന്യൂ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മാർക്കറ്റ് ഒരു റേഞ്ച് ബ്രേക്ക് ഡൗൺ തന്നിട്ടാണ്. നല്ലൊരു റേഞ്ച് ബ്രേക്ക് ഡൗൺ തന്ന് താഴത്തോട്ടാണ്. അപ്പൊ സോ കണ്ടിന്യൂ സെല്ലേഴ്സിന്റെ ഈ ഒരു റേഞ്ചിന്റെ ബ്രേക്ക് ഡൗൺ തന്ന് താഴത്താണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. സോ താഴത്ത് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഡൗൺ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മേ ബി ആദ്യം ഒരു ക്വിക്ക് ഫോൾ വരാം. നല്ലൊരു ക്വിക്ക് ഫോൾ വരാം. അതിനുശേഷം സ്ലോ ആൻഡ് സ്റ്റഡി വരും. പിന്നെ ഒരു ക്വിക്ക് ഫോൾ വന്നതിന് ശേഷം ക്വിക്ക് റിക്കവറീസ് ഉണ്ടാവും. ചെറിയ ഫോൾ ആയിരിക്കും. ക്വിക്ക് റിക്കവറീസ് ഉണ്ടാവും, പക്ഷേ ചെറിയ ഫോൾ ആയിരിക്കും. അപ്പൊ ഇതൊരു ഡൗൺ ട്രെൻഡിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ ആഴ്ചയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. മാർക്കറ്റ് സെന്റിമെന്റ് ആകാൻ വളരെ സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മൾ മാർക്കറ്റിൽ ഇപ്പൊ കഴിഞ്ഞത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റും ടാക്സേഷനും ഇന്ത്യൻ എക്കോണമിയിൽ വളരെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി.
ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാർക്കറ്റിൽ പ്രകടമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സ്റ്റോപ്പ് ലോസിനെ നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ക്യാപിറ്റലിനെ സംരക്ഷിക്കുക. കൂടുതലായിട്ട് നിങ്ങളുടെ പൊസിഷൻ സൈസിങ് കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എത്രയാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഹാഫ് ക്വാണ്ടിറ്റി എടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ നല്ല ഇവന്റ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഇവന്റ് എന്ന് നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഓക്കെ, ഫെഡ് മീറ്റിംഗ് ആണ് ഇനി വരുന്ന ജൂലൈയിലെ ഫെഡ് മീറ്റിംഗ് 30 തൊട്ട് 31 വരെ. ഓക്കെ, 30 തൊട്ട് 31 വരെ ഫെഡ് മീറ്റിംഗ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫെഡ് മീറ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലെ, അമേരിക്കൻ മാർക്കറ്റിലേക്ക്. അമേരിക്കൻ എക്കോണമി നമ്മുടെ ഇന്ത്യൻ എക്കോണമിയായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫെഡ് മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സെന്റിമെന്റ് ഇച്ചിരി ഡൗൺ സൈഡിലോട്ട് പോകാൻ തന്നെ വളരെയധികം സാധ്യതയുണ്ട്. ആണെങ്കിൽ FIAs ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. മണി കൺട്രോളിനനുസരിച്ച്, മണി കൺട്രോളാണ് ഇപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 22 തൊട്ടുള്ള നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം FIAs 3444 കോടിക്ക് ബൈ ചെയ്യുകയും 23-ാം തീയതി 2975, അത് ബഡ്ജറ്റ് ഡേയിൽ 2975 കോടിയുടെ സെല്ലിംഗ് നടത്തുകയും തൊട്ടടുത്ത ദിവസം 5130 കോടി, അതിന്റെ അടുത്ത ദിവസം 2605 കോടി, അത് സെയിം ലാസ്റ്റ് ഡെയിലി 2546 കോടി. ഏകദേശം നോക്കുകയാണെങ്കിൽ നെറ്റ് സെല്ലിംഗ് ആണ് ഈ വീക്കിലി ഇവർ നടത്തിയേക്കുന്നത്. FIAs നെറ്റ് സെല്ലേഴ്സ് ആണ്. സെയിം അതേപോലെ നോക്കുകയാണെങ്കിൽ DIAs നെറ്റ് ബയേഴ്സ് ആണ്. അവർ ഈ മന്ത് ഈ വീക്ക് തന്നെ നിയർലി ഏകദേശം 8000 കോടിക്ക് മുകളിൽ അവർ ബൈ ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ അവരുടെ നെറ്റ് മന്ത്ലി നോക്കുകയാണെങ്കിൽ തന്നെ 8888 കോടിയുടെ നെറ്റ് പർച്ചേസിംഗ് നടത്തിയിട്ടുണ്ട്. DIAs FIAs 16,943 കോടിയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു ബിസിനസ് ഈവന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വരുന്ന വീക്കിൽ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻസ് നമ്പേഴ്സ് ഓഫ് ഇന്ത്യയുടെ UKയുടെ മാനുഫാക്ചറിംഗ് നമ്പേഴ്സിന്റെ ഡേറ്റാസ് വെളിയിൽ വരാനുണ്ട്. ഇതും 29 ജൂലൈ 29 ഓഗസ്റ്റ് 2-നും ഇടയിലാണ്. ഓക്കെ, അപ്പൊ ഇതൊരു സെന്റിമെന്റ്സ് ഡൗൺ മേ ബി അതിന്റെ റിസൾട്ടിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ നിരവധി കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്സും വരാൻ ഉണ്ട്. അതൊക്കെ മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഇത്രയും നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് വോളിയമാണ്. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസസിന്റെ ബാങ്ക് നിഫ്റ്റി ആയിക്കട്ടെ, ഏത് മാർക്കറ്റും ആയിക്കട്ടെ, ഞാൻ ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ബാങ്ക് നിഫ്റ്റി പ്രധാനം ട്രാപ്പ് ചെയ്താണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്താണ്ടാണ് മാർക്കറ്റ് മൂവ് ആകുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, മാർക്കറ്റിൽ സെല്ലിംഗ് വരുന്നുണ്ട്. ഓക്കെ, സെല്ലിംഗ് വരുന്നുണ്ട്, ബട്ട് വോളിയം ഡിക്ലൈൻ ആയി വരുന്നുണ്ട്. ഓക്കെ, വോളിയം ഡിക്ലൈൻ ആയി വരുന്നുണ്ട്. അത് നമുക്ക് നല്ലൊരു ഉന്മേഷമാണ്. മാർക്കറ്റിൽ പുതിയ ബയേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോൾ ഈ ഡിക്ലൈൻ വരുന്നു മാർക്കറ്റിൽ, വോളിയം മാർക്കറ്റ് താഴത്ത് വരുന്നു, അതിനനുസരിച്ച് വോളിയം താഴത്ത് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ വന്ന സെല്ലേഴ്സ് വീക്ക് ആയെന്ന് മനസ്സിലാകാം. അതർവൈസ് മാർക്കറ്റ് വോളിയം താഴത്ത് വരും, മാർക്കറ്റ് താഴത്ത് വരുന്നു സ്ട്രോങ് ആയിട്ട്, അതിനനുസരിച്ച് വോളിയം കൂടിയാണെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി നോക്കുക, ആവുന്ന സെല്ലേഴ്സ് സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് വോളിയത്തിന്റെ ഡിക്ലൈനും എന്താ പറയുക, മുകളിലോട്ടുള്ളതും താഴ്ചയിലോട്ടുള്ള വോളിയത്തിന്റെ അനാലിസിസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റും. അപ്പം ഡെയിലി ചാർട്ടിനനുസരിച്ച് മാർക്കറ്റ് ഒരു ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മേ ബി ഒരു സെന്റിമെന്റ് നെഗറ്റീവ് ആകാൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ടാക്സുകളൊക്കെ കുറച്ചുകൊണ്ട് തന്നെ മേ ബി വലിയ വലിയ കമ്പനികൾക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അതൊക്കെ ഒരു എന്താ പറയുക ട്രേഡിങ് ചെയ്യുന്നതായിരിക്കും നല്ലതാണ്. പക്ഷെ ടാക്സ് ചില പുതിയ ടാക്സ് വന്നിട്ടുണ്ട്. അത് ഒക്ടോബർ തൊട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുത്ത ഒരല്പം മാർക്കറ്റിൽ നിന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ഒരാളാണോ, ഓപ്ഷൻ ബയർ ആണോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എവിടെ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, എവിടെ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ എൻട്രി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾ എത്ര വലിയ ട്രേഡർ ആണെന്ന് പറഞ്ഞാലും ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ മൂവ് തരികയുള്ളൂ. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾ ഡയറക്ഷണൽ ഓപ്ഷൻ ബയർ ആണ്. ഓക്കെ, നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പ്യുവർ ചാർട്ടിനെ മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിക്കുക. നിങ്ങൾ എവിടെ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ എൻട്രി എടുക്കാൻ, നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ സപ്പോസ് ഈ ഒരു ലെവലിൽ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഈ ഒരു ലെവലിൽ ബൈ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു, അവിടെ ബൈ ചെയ്യാതിരിക്കുക. ഇവിടെ സ്റ്റോപ്പ് ലോസ് ചെയ്യാമെങ്കിൽ നിങ്ങൾ എൻട്രി ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഏകദേശം മാർക്കറ്റ് ഒരു 90% ഓഫ് ചാൻസസ് ഉണ്ട് ഇവിടുത്തെ ഈ വന്ന സ്റ്റോപ്പ് ലോസസിനെ ഹണ്ട് ചെയ്തിട്ട് മുകളിലോട്ട്. അപ്പം ഇതാണ് എൻ്റെ ഒരു ട്രേഡിംഗ്
ട്രേഡിംഗ് എഡ്ജ്. ഞാൻ 2 ട്രേഡിംഗ് എഡ്ജ് വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. ഒന്ന് വോളിയത്തിന്റെയും പ്ലസ് ഒന്ന് ട്രാപ്പിംഗ് ആണ്. മാർക്കറ്റിലെ ചാർട്ടിനെ നല്ലതായിട്ട് റീഡ് ചെയ്തതിനു ശേഷം വോളിയത്തിനും ഇതേപോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിനെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എഡ്ജ് വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഒരു അപ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഒരു അപ് ട്രെൻഡ് നടക്കുവാണ്. ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ, മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹയർ ഹൈ, ഹയർ ലോ ആണ്. പക്ഷെ ഇവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം, മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വോളിയൂമും കൂടി നോക്കുക. വോളിയൂമും മുകളിലോട്ട് ഇങ്ങനെ റൈസിംഗ് ആയിരിക്കണം. സെൽ റീട്രേസ്മെന്റിലെ വോളിയൂം കുറവായിരിക്കണം. ഈ അതായത് ഈ മാർക്കറ്റ് പിന്നെയും മൂവ് ആകുമ്പോൾ വോളിയൂം കൂടിയിരിക്കണം, ഡിക്ലൈനിൽ വോളിയൂം ഡിക്ലൈൻ ആകണം. ഓക്കെ, റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഡിക്ലൈനും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സ്ട്രോങ് മാർക്കറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് മൂവ് ആകുമ്പോൾ ഇത് കരഞ്ഞാണ് ഇങ്ങനെ മൂവ് ആവുക, മുകളിലോട്ട് പോവുക. പക്ഷേ അപ് ട്രെൻഡിൽ ക്വിക്ക് ഫോൾ വരും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ക്വിക്ക് ഫോൾ വരും. മുകളിലോട്ട് പോകുന്നത് തീർത്തും കുറഞ്ഞ് ഇങ്ങനെ കരഞ്ഞായിരിക്കും മുകളിലോട്ട് പോവുക. പെട്ടെന്ന് സഡൻ ഫോൾ വരും. പെട്ടെന്ന് ഇങ്ങനെ പതുക്കെ മുകളിലോട്ട് പതുക്കെ മാർക്കറ്റ് മൂവ് ആവുകയുള്ളൂ. പക്ഷെ പെട്ടെന്ന് ഫോൾ വരും. പക്ഷെ ഡൗൺ ട്രെൻഡിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ്? ഡൗൺ ട്രെൻഡിൽ സെയിം സിനാരിയോ തന്നെ. മാർക്കറ്റ് താഴത്ത് വരുന്നു, റീട്രേസ് ചെയ്യുന്നു, താഴത്ത് വരുന്നു, റീട്രേസ് ചെയ്യുന്നു, താഴത്ത് വരുന്നു, റീട്രേസ് ചെയ്യുന്നു, താഴത്ത് വരുന്നു, റീട്രേസ് ചെയ്യുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഡൗൺ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ആദ്യം ഒന്ന് ക്വിക്കായിട്ട് വരും, പിന്നെ സ്ലോ ആൻഡ് സ്റ്റഡി പോകും, പെട്ടെന്ന് ക്വിക്കായിട്ടും താഴ്ത്തു വരും. അതിനുശേഷം മാർക്കറ്റ് ക്വിക്കായിട്ട് മുകളിലോട്ട് പോയും പതുക്കെ താഴ്ത്തു വരികയും, പെട്ടെന്ന് മുകളിലോട്ട് പോവുകയും പതുക്കെ താഴ്ത്തു വരികയും, പെട്ടെന്ന് മുകളിലോട്ട് പോയും പതുക്കെ താഴ്ത്തു വരികയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഡൗൺ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് സ്ലോ ആയിട്ട് താഴ്ത്തു വരികയും ക്വിക്കായിട്ട് മേലിലോട്ട് പോവുകയും, സ്ലോ ആയിട്ട് താഴ്ത്തു വരികയും ക്വിക്കായിട്ട് മേലിലോട്ട് പോവുകയാണ് ചെയ്തത്. അതായത് പതുക്കെ താഴത്തോട്ട് വരുന്നത് പതുക്കെയും ക്വിക്കായിട്ട് റിവേഴ്സൽ നല്ല രീതിയിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ നമ്മൾ റിവേഴ്സ് എൻട്രി മാക്സിമം നിങ്ങൾ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം റിവേഴ്സ് എൻട്രി എടുക്കുക. അത് ക്യാൻഡിൽസിന്റെ വോളിയം ചെക്ക് ചെയ്തുകൊണ്ട് മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതൊരു നല്ലൊരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.